കഥയാരംഭിക്കുന്നത് പ്രായമേറിയ ഒരു മുത്തശ്ശിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവർ അന്ന് വിവിധ കളറിലുള്ള പ്ലാസ്റ്റർ ഉപയോഗിച്ച് തന്റെ വീട്ടിലെ ഇടങ്ങൾ വേർതിരിച്ചു വെക്കുകയായിരുന്നു. ഫ്രിഡ്ജിലും മറ്റ് പലയിടത്തും അവരോരോ സ്റ്റിക്കറുകളും പതിക്കുന്നുണ്ട്. അതിനൊക്കെ പിന്നിൽ ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. അവരുടെ കൂടെ അന്നു മുതൽ താമസിക്കുവാൻ ഒരു വിദ്യാർത്ഥി വരുന്നുണ്ട്. ആ വിദ്യാർത്ഥിക്ക് അവന്റെ അതിരുകൾ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാനാണ് അവർ ഇങ്ങനെ ഓരോയിടത്തും സ്റ്റിക്കർ പതിക്കുകയും മറ്റും ചെയ്യുന്നത്. അവർക്ക് പൊതുവെ ആളുകളെ അത്ര ഇഷ്ടമേയല്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് അവർ മറ്റുള്ളവരോട് ഇടപെടാറ് പോലുമുള്ളത്. വെറുതെ എന്തെങ്കിലുമൊക്കെ തലവേദനകൾ ഉണ്ടാക്കുന്നത് അവർക്ക് തീരെ താല്പര്യമുള്ള കാര്യമല്ല. തന്റെ പേഴ്സണൽ സ്പേസ് ഏതാണ് എന്ന് വരുന്ന ആ വിദ്യാർത്ഥിയെ പഠിപ്പിക്കാനാണ് അവർ ആ വിഭജന വിദ്യ സ്വീകരിച്ചത്. വീടിനെ 3 നിറങ്ങൾ കൊണ്ടായിരുന്നു അവർ അടയാളപ്പെടുത്തിയത്. അവന്റെ ഭാഗത്തിന് നീല നിറം, അവൻ പ്രവേശിക്കാൻ പാടില്ലാത്ത സ്ഥലത്തിന് ചുവപ്പ് നിറം, രണ്ടുപേർക്കും ഉപയോഗിക്കാവുന്ന കോമൺ ആയ ഇടങ്ങൾക്ക് മഞ്ഞ നിറം. അങ്ങോട്ടേക്ക് എത്തുന്ന വിദ്യാർത്ഥി ആരായാലും അത് പൂർണ്ണമായും ഫോളോ ചെയ്യണം എന്ന നിർബന്ധം ആ മുത്തശ്ശിക്കുണ്ടായിരുന്നു. ജീവോങ് എന്നായിരുന്നു അവന്റെ പേര്. പക്ഷേ അവിടെ എത്തിയതും വീട്ടിലെ ഇടങ്ങൾ ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നത് കണ്ട് അവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഫ്രിഡ്ജും അടുപ്പും പോലും പകുതിയായി തിരിച്ചിരുന്നു. എന്നിരുന്നാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ മുത്തശ്ശിയുടെ തീരുമാനം അവൻ അംഗീകരിച്ചു. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ടായിരുന്നു. വീട്ടിലെ ശുചിമുറി അഥവാ ബാത്റൂം ഉപയോഗിക്കാൻ അവൻ അനുവാദമുണ്ടായിരുന്നില്ല. അടുത്തുള്ള പൊതു ശൗചാലയങ്ങളെ അവൻ ആശ്രയിക്കണം എന്നായിരുന്നു മുത്തശ്ശിയുടെ നിർദ്ദേശം. അതറിഞ്ഞതും അവന്റെ കോൺഫിഡൻസ് തന്നെ തകർന്നു. അവിടെ തുടർന്നാൽ എന്താവും സംഭവിക്കുക എന്നവനിലൊരു ഞെട്ടലുണ്ടായി. എങ്കിലും പോകാൻ വേറെ ഒരിടവും ഇല്ലാത്തതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ അവിടെ തുടരാൻ അവൻ സമ്മതിച്ചു. ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് കൂട്ടിനായി പേരക്കുട്ടികളെപ്പോലെ സർവകലാശാല വിദ്യാർത്ഥികളെ താമസിപ്പിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു അവൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നത്. നിർഭാഗ്യവശാൽ അവന്റെ ഭാഗ്യം അവനെ എത്തിച്ചത് ഏറ്റവും കടുപ്പക്കാരിയായ ആ മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. എന്തായാലും അവൻ അവിടെ താമസമുറപ്പിച്ചു. അടുത്ത ദിവസം തന്റെ കോളേജിലേക്ക് പോയി. അവിടെ വെച്ച് അവന്റെ ധനികനായ സുഹൃത്ത് അവനെ പരിഹസിച്ചു. പാതിരാത്രിയിൽ നിനക്ക് ശുചിമുറി പോകണമെന്നുണ്ടെങ്കിൽ നീ എവിടെ പോകും? വേറെ നല്ല സ്ഥലം നോക്കുന്നതാ നല്ലത്. ഫർണിഷൊക്കെ ചെയ്ത് ഒരുപാട് ഫ്ളാറ്റുകൾ ഉണ്ടല്ലോ. ആ അത് ശരിയാ, നീ വാടക കൊടുക്കുവാണെങ്കിൽ ഞാൻ അവിടെ താമസിക്കാം എന്ന് പറഞ്ഞ് അവൻ സുഹൃത്തിന്റെ വാക്കുകൾ ചിരിച്ചു തള്ളി. ക്ലാസുകൾക്ക് ശേഷം അവൻ തന്റെ പാർട്ട് ടൈം ജോലിക്കായി പോയി. മറ്റൊരു സുഹൃത്തിനൊപ്പം ഓരോ ഇടങ്ങൾ ക്ലീൻ ചെയ്യുന്ന ഒരു ജോലിയാണ് അവന്റേത്. അത് വളരെ ക്ഷീണിപ്പിക്കുന്ന പണിയാണെങ്കിലും കിട്ടുന്ന ഏതു ജോലിയും അവർ ചെയ്യും. കാരണം ഓരോ പൈസയും അവർക്കത്രമേൽ ആവശ്യമാണ്. പണം കിട്ടാൻ അവർക്ക് മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല. അവരെ സഹായിക്കാനും വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അന്ന് ഒരുപാട് ജോലി ചെയ്ത് അവൻ പൂർണ്ണമായും തളർന്നിരുന്നു. രാത്രി വൈകിയും ജോലി ചെയ്ത് സൂര്യോദയത്തിന് മുമ്പായിരുന്നു അവൻ വീട്ടിലേക്ക് പോയത്. പോകുന്നതിനു മുമ്പ് ഡായ് എന്ന പേരുള്ള സുഹൃത്ത് നിന്നെ കാണാൻ വന്നിരുന്നോ എന്നവന്റെ കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരൻ ചോദിച്ചു. കുറെ കാലമായി അവനെ കണ്ടിട്ടില്ലെന്ന് ജീവോങ് മറുപടി പറഞ്ഞു. ഡായ് തെറ്റായ വഴികളിലാണെന്നും അവന് നീ പണം കടം കൊടുത്തേക്കരുത്, അത് തിരിച്ചു കിട്ടില്ലെന്നും ആ കൂട്ടുകാരൻ മുന്നറിയിപ്പ് നൽകി. അടുത്ത ദിവസം രാവിലെ വലിയ ബഹളം കേട്ടാണ് അവൻ ഉണർന്നത്. അന്ന് വീട് വൃത്തിയാക്കേണ്ട ദിവസമാണെന്ന് മുത്തശ്ശി അവനെ വിളിച്ചുണർത്തി ഓർമ്മിപ്പിച്ചു. അവന്റെ ഭാഗവും പൊതുവായ ഇടവും അവൻ തന്നെ വൃത്തിയാക്കണം. ഒഴിവുകഴിവുകളൊന്നും പറയാൻ പാടില്ല. മുത്തശ്ശി അത് പറഞ്ഞതും മറ്റു വഴികളില്ലാതെ അവൻ വീടിന്റെ മുക്കുമൂലയും ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഇതിനിടയിൽ അവനെ അലട്ടുന്ന വയറിലെ അസ്വസ്ഥതകൾ കാരണം ഇടയ്ക്കിടെ അവന് പൊതു ശൗചാലയത്തിലേക്ക് ഓടേണ്ടി വന്നു. കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും ഒടുവിൽ അവൻ ജോലി മുഴുവൻ പൂർത്തിയാക്കി. അതോടെ മുത്തശ്ശി അല്പം ശാന്തിയായി അവനെ പ്രഭാത ഭക്ഷണത്തിന് വിളിച്ചു. സാധാരണ അവൻ എവിടെ നിന്നാ ഭക്ഷണം കഴിക്കാറ് എന്ന് ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോൾ അവര് ചോദിച്ചു. ക്യാൻറ്റീനിൽ നിന്നോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ഒക്കെയാണ് എന്നായിരുന്നു അവന്റെ മറുപടി. അങ്ങനെ ഇൻസ്റ്റന്റ് നൂഡിൽസും മറ്റും കഴിക്കുന്നത് വയറിന് നല്ലതല്ല, അത് നിന്റെ ആരോഗ്യം മോശമാവുകയുള്ളൂ, നിന്റെ വയറിന്റെ അവസ്ഥ ഇപ്പോ തന്നെ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ആ മുത്തശ്ശി അവനെ പരിഹസിച്ചു. നിനക്ക് വേണമെങ്കിൽ ഒരു പ്ലേറ്റിന് $5 എന്ന നിരക്കിൽ വീട്ടിലുണ്ടാക്കിയ നല്ല ഭക്ഷണം താൻ നൽകാം. ആദ്യത്തെ പ്ലേറ്റ് ഭക്ഷണം നിനക്ക് സൗജന്യമായിരിക്കും എന്നും അവർ പറഞ്ഞു. അത് കേട്ടതും ആ വിദ്യാർത്ഥി ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്തായാലും അവൻ അർദ്ധസമ്മതം മൂളി. പക്ഷേ യാഥാർത്ഥ്യത്തിൽ മുത്തശ്ശി ഭക്ഷണം ഉണ്ടാക്കാറൊന്നുമില്ല, ഭക്ഷണം പണം കൊടുത്തു വാങ്ങാറുമില്ല. ആ കാര്യം അവൻ അറിവുണ്ടായിരുന്നില്ല. പ്രാദേശിക അസോസിയേഷൻ മുതിർന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് ദിവസവും സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. മുത്തശ്ശിയും അവരുടെ കൂട്ടുകാരിയും അത് വാങ്ങുകയും ചെയ്യും. മുത്തശ്ശിയാകട്ടെ 2 പ്ലേറ്റ് വാങ്ങി അത് പാക്ക് ചെയ്ത് ആ വിദ്യാർത്ഥിക്ക് $5 വിൽക്കുകയാണിപ്പോൾ ചെയ്യുന്നത്. മാത്രമല്ല മുത്തശ്ശിക്ക് മറ്റു ചില തട്ടിപ്പുകൾ കൂടിയുണ്ട്. ആ പ്രദേശത്ത് മുതിർന്നവർക്കായി ചില സൗജന്യ ക്ലിനിക്കുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. മുത്തശ്ശി അവിടെ പോയി അസുഖമില്ലെങ്കിലും തനിക്ക് ഓരോ അസുഖമുണ്ടെന്ന മട്ടിൽ ഡോക്ടറോട് പറയും.
അങ്ങനെ ആവശ്യമില്ലെങ്കിലും കുറെ മരുന്നുകൾ മുത്തശ്ശി ശേഖരിക്കും. എന്നിട്ട് അത് വിൽക്കുകയും ചെയ്യും. സൗജന്യമായി കിട്ടുന്നതെന്തുമാകട്ടെ അതങ്ങ് കൈക്കലാക്കിയെടുക്കുക എന്നതാണ് മുത്തശ്ശിയുടെ ഒരു നയം. കാർക്കശിക്കാരിയായതുകൊണ്ടും അവരുടെ ജീവിതം അങ്ങനെ തുടർന്നു പോകുന്നതുകൊണ്ടും ആരും അത് ചോദ്യം ചെയ്യാറുമില്ല. അടുത്ത ദിവസം വിദ്യാർത്ഥിക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നില്ല. അന്ന് കൂട്ടുകാരനൊപ്പം സിനിമയ്ക്ക് പോവാൻ അവൻ പദ്ധതിയിട്ടു. എന്നാൽ പെട്ടെന്ന് ഒരു സ്ത്രീയുടെ ഫോൺ വന്നു. താൻ യാത്ര പോകുന്നത് കൊണ്ട് തന്റെ നായയെ നോക്കാൻ അവർക്കൊരാളെ ആവശ്യമുണ്ടായിരുന്നു. തന്നെ ഒന്ന് സഹായിക്കാമോ എന്നാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത്. ജീവോങ് ആണെങ്കിൽ വല്ലാത്ത ദയയുള്ള മനുഷ്യനാണ്. അവന് ആരോടും നോ പറയാൻ പൊതുവെ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ പരിചയക്കാരിയായ ആ പെൺകുട്ടി വിളിച്ച് അങ്ങനൊന്നും ആവശ്യപ്പെട്ടപ്പോ അവനത് പറ്റില്ലെന്ന് പറയാൻ സാധിച്ചില്ല. പാതി മനസ്സോടെ അവനതിന് സമ്മതിച്ചു. മുത്തശ്ശിയുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങൾ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് മനുഷ്യരെ പോലും തീരെ താല്പര്യമില്ല. അപ്പോഴാണ് ഒരു വളർത്തുനായ. വിദ്യാർത്ഥിയുടെ മനസ്സിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും വരാനിരിക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അവൻ പോയി ആ പെൺകുട്ടിയുടെ പക്കൽ നിന്ന് നായയെ വാങ്ങി. ആ ദിവസം മുഴുവൻ അവൻ നായയുമായി തെരുവുകളിൽ അലഞ്ഞു. ആരും കാണാതെ അതിനെ വീടിനകത്തേക്ക് കടത്താമെന്നായിരുന്നു അവൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഫ്ളാറ്റിന്റെ മുമ്പിലെത്തിയതും നായ നിർത്താതെ കുറിച്ചതോടെ കെട്ടിടത്തിലുള്ളവർ മുഴുവൻ വിവരമറിഞ്ഞു. ഒടുവിൽ മുത്തശ്ശിയുടെ മുന്നിൽ നായയെ എത്തിക്കുകയല്ലാതെ അവന് വേറെ വഴിയില്ലായിരുന്നു. പക്ഷേ മുത്തശ്ശിയാകട്ടെ അവനെ പുറത്താക്കി അപ്പാർട്ട്മെന്റിന്റെ വാതിലടച്ചു. ജീവൂങ്ങിനാകട്ടെ മറ്റെങ്ങോട്ടൊക്കെ പോവാനുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ അടുക്കൽ ചെന്ന് അവൻ അപേക്ഷിച്ചു. നായയുടെ ഉടമസ്ഥയുടെ അമ്മ അപകടത്തിൽപ്പെട്ട് മരിക്കാറായി കിടക്കുകയാണെന്നും അവൾ അങ്ങോട്ടേക്ക് പോയതാണെന്നും 3 ദിവസത്തേക്ക് മാത്രം ഇതിനെ നോക്കിയാൽ മതിയെന്നും അവൻ അവരോട് വിശദീകരിച്ചു. മുത്തശ്ശി പറഞ്ഞു, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഏറ്റെടുത്ത് തലയിൽ വെച്ച് നീ നിന്റെ ദുരിതങ്ങൾ ഇങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അതും പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാതെ. കുറച്ചുനേരം നീണ്ട ശകാരങ്ങൾക്കൊടുവിൽ മുത്തശ്ശി നായയെ അവിടെ നിർത്തിക്കോളാൻ പറഞ്ഞു. പക്ഷെ അത് ദയ തോന്നിയിട്ടായിരുന്നില്ല. നായയെ നോക്കുന്നതിനും വീട്ടിൽ താമസിപ്പിക്കുന്നതിനും അവർ അവന് വാടക ഈടാക്കി. അവരുടെ ലോകത്ത് ഒന്നും സൗജന്യമല്ലെന്ന് അവർ അവനെ ഓർമ്മിപ്പിച്ചു. പക്ഷേ നായയെ അവിടെ നിർത്താൻ മുത്തശ്ശി സമ്മതിച്ചല്ലോ. അത് തന്നെ വിദ്യാർത്ഥിക്ക് വലിയ ആശ്വാസമായിരുന്നു. അവൻ മുത്തശ്ശിയോട് നന്ദി പറഞ്ഞു. വൈകിയില്ല. ആ നായയുടെ ഉടമസ്ഥയേക്കാൾ വളരെ കൂടുതലായി അവൻ അതിനെ കെയർ ചെയ്തു. നായയ്ക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു. ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് അവൻ നായയെ മുത്തശ്ശിയെ ഏൽപ്പിച്ചു. അവരാകട്ടെ നായയെ മുറിയിലാക്കി വാതിലടയ്ക്കുകയായിരുന്നു ചെയ്തത്. നായ വിശക്കുമ്പോ കുരയ്ക്കുമല്ലോ, അപ്പോൾ മാത്രമേ അവർ അങ്ങോട്ടേക്ക് വരികയുള്ളൂ. എന്തായാലും ആ ദിവസം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ക്ലാസ് കഴിഞ്ഞതും വിദ്യാർത്ഥി സർവകലാശാലയിൽ നിന്ന് വേഗത്തിലോടെ വീട്ടിലേക്ക് വന്നു. ഓടി വരുന്നതിനിടയിൽ വഴിയിൽ വെച്ച് മുത്തശ്ശിയുടെ കൂട്ടുകാരി മേഡം സിയോയെ അവൻ കണ്ടു. മേഡം സിയോ തന്റെ കൂടെ താമസിക്കുന്ന വിദ്യാർത്ഥിയെ സ്വന്തം പേരക്കുട്ടിയെപ്പോലെ കൂട്ടി ഒരു സിനിമയ്ക്ക് പോവുകയായിരുന്നു. വളരെ സ്നേഹത്തോടെയാണ് മേഡം സിയോ തന്റെ കൂടെ താമസിക്കുന്ന ആ വിദ്യാർത്ഥിയോട് ഇടപഴകുന്നത്. അത് കണ്ടതും തന്റെ വീട്ടുടമസ്ഥയായ മുത്തശ്ശി മാത്രം എങ്ങനെ എത്ര ഹൃദയശൂന്യായിപ്പോയി എന്നവന് തോന്നി. വീട്ടിലെത്തിയ ശേഷം അവൻ രാത്രി മുഴുവൻ ആ നായയ്ക്കൊപ്പം സന്തോഷത്തോടെ കളിച്ചു രസിച്ചു. ഒടുവിൽ തനിക്ക് സന്തോഷം നൽകുന്ന എന്തോ ഒന്ന് ലഭിച്ചതായി ആ നിമിഷം അവന് പോലും തോന്നി. അടുത്ത ദിവസവും അവൻ നായയെ മുത്തശ്ശിയുടെ പക്കലേൽപ്പിച്ചു. എന്നാൽ ഇത്തവണ അവരുടെ മനസ്സലിയാൻ തുടങ്ങിയിരുന്നു. അവർ അന്ന് നായയെ എടുത്ത് മടിയിലിരുത്തി തലോടുകയും അതിനോടൊപ്പം കളിക്കുകയും ഒക്കെ ചെയ്തു. രാത്രിയിൽ മനസ്സൊന്ന് ശാന്തമാക്കാൻ അവർ പുറത്തേക്ക് നടക്കാനിറങ്ങി. ആ സമയം നായയെയും കൊണ്ട് നടക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ അവർ അവിചാരിതമായി കണ്ടുമുട്ടി. അപ്പോൾ തന്നെ അവർ അവനോട് ചോദിച്ചു, ഇതെന്താ, ഞാനെന്താ നിന്നെ വശീകരിച്ചു വല്ലതും വെച്ചിട്ടുണ്ടോ, അതോ വേറെ വല്ലതുമാണോ? നീ എപ്പോഴും എന്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ, അതും എന്റെ നിഴൽ പോലെ. അവർക്കതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നവരുടെ പെരുമാറ്റത്തിൽ വ്യക്തമായിരുന്നു. എന്തുതന്നെയായാലും 3 ദിവസങ്ങളങ്ങ് കടന്നുപോയി. വിദ്യാർത്ഥി ഒടുവിൽ നായയെ അതിന്റെ ഉടമസ്ഥയ്ക്ക് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ, ആ നായയുമായി മുത്തശ്ശി വല്ലാതെ അടുത്തുപോയിരുന്നു. പക്ഷെ എന്നാലും പുറമെ കാഠിന്യം കാണിച്ച് അവർ അവനോട് പറഞ്ഞു, എനിക്ക് ഈ നായയും നിന്നെയും തന്നെ മടുത്തു, എങ്ങോട്ടേക്കെങ്കിലും പൊക്കോ. എന്നാലും അവൻ പോയി കഴിഞ്ഞപ്പോ താൻ വീണ്ടും തനിച്ചാവുകയാണല്ലോ എന്നോർത്ത് അവർ സങ്കടത്തോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വിദ്യാർത്ഥി നായയെ തിരികെ നൽകി. താനിപ്പോൾ നായ വളർത്തുന്ന കാര്യത്തിൽ പരിചയസമ്പന്നനായതുകൊണ്ട് നായയെ എങ്ങനെയൊക്കെ പരിപാലിപ്പിക്കണം എന്നതിനെക്കുറിച്ച് അവൻ പരിചയക്കാരിയായ ആ പെൺകുട്ടിക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. താനിപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നായയെ വളർത്തുന്നതെന്നും എന്തു ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിവില്ലായിരുന്നെന്നും പറഞ്ഞവൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാ താനവനെ വിളിച്ചോളാം എന്നും അവനോട് പറഞ്ഞു.
കുറച്ച് ദിവസങ്ങൾ വീണ്ടും മുന്നിലേക്ക് പോയി. ഒരു ദിവസം അവന്റെ പരിചയക്കാരി കൂടിയായ യൂജിൻ എന്ന ആ പെൺകുട്ടി അവനോടൊരു കാര്യം പറഞ്ഞു. അവൾക്ക് നായുമായി ഒന്ന് പുറത്തു പോകണമെന്നുണ്ട്, അവനും കൂടി വന്നാൽ നന്നായിരിക്കും എന്നായിരുന്നു അത്. വിദ്യാർത്ഥി ജീവൂങ്ങിന് വല്ലാത്ത സന്തോഷമായി. യൂജിൻ അറിയാതെ അവനവളെ വൺ സൈഡായി പ്രണയിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് തുറന്നു പറയാൻ അവന് വലിയ നാണമാണ്. എന്തായാലും അവൾക്കൊപ്പം പുറത്തു പോകാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ മുടിയൊക്കെ ചീകിയൊതുക്കി സ്മാർട്ടാണെന്ന് ഉറപ്പുവരുത്തിയിട്ടായിരുന്നു അവൻ പോവാൻ നിന്നത്. പക്ഷേ അത് അവന്റെ കൂട്ടുകാരൻ തായ് കണ്ടു. അവനെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ തായ് ഒരുക്കമായിരുന്നില്ല. ജീവോങ് ഇത് ആരെയാണ് ഇങ്ങനെ മുടിയൊക്കെ ചീകിയൊതുക്കി ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി പോകുന്നത് എന്നറിയുവാൻ അവനും അവന്റെ കൂടെ കൂടി. അതേസമയം മുത്തശ്ശി തന്റെ പതിവ് ജോലികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ പ്രൊഫസറിന് വേണ്ടിയുള്ള യൂണിവേഴ്സിറ്റി റീഡിംഗ്, പിന്നീട് വസ്ത്രം മാറി വർക്കിനായിട്ട് ഇറങ്ങൽ. അതും 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം. മുത്തശ്ശി സാധാരണ ചെയ്തിരുന്നത് ഈ വഴിയരികിൽ ഉപയോഗിക്കുന്ന കാർഡ്ബോർഡ് പീസസും മറ്റുമുണ്ടല്ലോ, അത് ശേഖരിച്ച് ആക്രിക്കടയിൽ കൊണ്ടുകൊടുക്കലായിരുന്നു. മുത്തശ്ശി അന്നും പതിവ് പോലെ ആക്രിയെടുക്കാൻ വേണ്ടി പോയി. പക്ഷെ അപ്പോഴാണ് മറ്റൊരു വൃദ്ധനായ മനുഷ്യൻ മുത്തശ്ശിയുടെ ഏരിയയിൽ വന്ന് ആക്രി പെറുക്കുന്നത് മുത്തശ്ശി കണ്ടത്. മുത്തശ്ശി അയാൾക്കടുക്കൽ ചെന്ന് വലിയ രീതിയിൽ ബഹളമുണ്ടാക്കി. ഇത് തന്റെ ഏരിയയാണെന്നും ഇവിടെ വന്ന് ആക്രിയെടുക്കരുത് എന്ന മട്ടിലും അയാളോട് പറഞ്ഞു. പക്ഷേ ഈ ആക്രി നിങ്ങളുടേതല്ലോ, ഈ ഏരിയ നിങ്ങളുടേതാണെന്ന് എഴുതിയൊന്നും വെച്ചിട്ടില്ലല്ലോ എന്നായിരുന്നു അയാൾ മറുപടി പറഞ്ഞത്. വാക്കുതർക്കത്തിനൊടുവിൽ മുത്തശ്ശി തന്നെ വിജയിച്ചു. താൻ പൊക്കോളാമെന്ന് അയാൾ പറഞ്ഞു. അയാൾ പെറുക്കിക്കൂട്ടിയിരുന്ന കാർഡ്ബോർഡ് കടലാസുകൾ കൂടി മുത്തശ്ശിക്ക് ലഭിച്ചു. അത് അത്യാവശ്യം നല്ലൊരു ലോഡ് തന്നെയുണ്ടായിരുന്നു. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് വലിച്ച് മുത്തശ്ശി ആക്രിക്കടയിൽ എത്തിച്ചു. അതിന് തുച്ഛമായൊരു പ്രതിഫലം മുത്തശ്ശിക്ക് കിട്ടുകയും ചെയ്തു. അന്ന് രാത്രിയിൽ മുത്തശ്ശി തന്റെ സുഹൃത്തിനെ കാണാൻ പുറത്തിറങ്ങി. മേഡം സിയോ ആയിരുന്നു അത്. സിയോ മുത്തശ്ശിയോട് മനസ്സ് തുറന്നു പറഞ്ഞു. മേഡം സിയോയുടെ മകൻ മേഡം സിയോയെ തിരിഞ്ഞു നോക്കാറേയുണ്ടായിരുന്നില്ല. കഴിഞ്ഞയാഴ്ച രാത്രി തനിക്ക് അസുഖം കൂടിയെന്നും താൻ മരിക്കാൻ പോവുകയാണെന്ന് കരുതിയെന്നും ആ സമയം മോനെ വിളിച്ചപ്പോ അവൻ വരുന്നതിന് പകരം ആംബുലൻസ് പറഞ്ഞയക്കുക മാത്രമാണ് ചെയ്തത് എന്നും മേഡം സിയോ പറഞ്ഞു. പക്ഷെ മുത്തശ്ശിക്ക് അത് കേട്ട് വലിയ ഭാവമാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കൂസലുമില്ലാതെ അവർ പറഞ്ഞു, എല്ലാ മാസവും അവൻ നിനക്ക് പണം അയക്കുന്നില്ലേ? ഈ പ്രായത്തിൽ നിനക്ക് ജോലിക്ക് പോകേണ്ടി വരുന്നില്ലല്ലോ, അതിൽ നീ സന്തോഷിക്ക്. നിനക്കൊന്നിലും തൃപ്തിയില്ല. നിന്റെ ഇങ്ങനത്തെ പരാതികള് ഇനി നീ എന്നോട് പറയണ്ട, എനിക്കത് കേൾക്കാൻ വേണ്ട. അതും പറഞ്ഞ് അവർ അവിടെ നിന്ന് പോന്നു. അന്ന് രാത്രിയിൽ ജീവോങ് വീട്ടിലേക്ക് നടന്നിരിക്കെ അവനടുത്തേക്ക് അവന്റെ കൂട്ടുകാരൻ ഓടിയെത്തി. പഴയ കൂട്ടുകാരനായ ഡായ് ആയിരുന്നു അത്. കപട സ്നേഹം കാണിച്ചെത്തിയവൻ അവനടുക്കൽ കുറച്ച് സംസാരിച്ചു. രാത്രി വൈകിയതുകൊണ്ട് തനിക്ക് കിടക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞവൻ അവന്റെ കൂടെ റൂമിൽ താമസിക്കാൻ അനുവാദം ചോദിച്ചു. പക്ഷേ മുത്തശ്ശിക്ക് മറ്റുള്ളവർ വീട്ടിൽ വരുന്നത് ഇഷ്ടമല്ലെന്ന് വിദ്യാർത്ഥി പറഞ്ഞിട്ടും ഡായ് സമ്മതിച്ചില്ല. രാത്രിയിൽ രഹസ്യമായി വന്ന് ആരും കാണാതെ രാവിലെ നേരത്തെ പൊക്കോളാം എന്നൊക്കെ അവൻ അവനോട് പറഞ്ഞു. ആരെയും വിഷമിപ്പിക്കാൻ മനസ്സില്ലാത്ത പാവമായ ജീവോങ് ആകട്ടെ ഡായെ അതിനനുവദിച്ചു. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയി. ഡായ് രഹസ്യമായി രാത്രിയിൽ ബാത്റൂമിൽ കയറുന്നത് മുത്തശ്ശി കണ്ടു. മുത്തശ്ശി കൈയോടെ പിടികൂടി. പിന്നാലെ വിദ്യാർത്ഥിയെയും ഡായിനെയും അവർ നേരെ പുറത്താക്കി. ആ രാത്രി തങ്ങാൻ ഒരിടം കണ്ടെത്താൻ തന്റെ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ അവൻ ഡായ്ക്കെടുത്തു കൊടുത്തു. ഡായാകട്ടെ യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു. പ്രശ്നം അവിടം കൊണ്ട് അവസാനിക്കുമെങ്കിൽ അവസാനിക്കട്ടെ എന്ന് കരുതി അവൻ ക്ഷമ ചോദിക്കാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. പക്ഷേ മുത്തശ്ശി അപ്പോഴും കടുത്ത ദേഷ്യത്തിലായിരുന്നു. തന്നെ കൊള്ളയടിക്കാനും വീട്ടിൽ മോഷണം നടത്താനും വേണ്ടി അവനപരിചിതരെ വിളിച്ചു കയറ്റിയതാണ് എന്ന മട്ടിലായിരുന്നു മുത്തശ്ശി പറഞ്ഞത്. അവർ അവനെ വല്ലാതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. തന്റെ സുഹൃത്ത് ബാത്റൂം ഉപയോഗിച്ചതല്ലാതെ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ജീവോങ് തന്റെ ഭാഗം വാദിച്ചു. പക്ഷേ അവനും കൂട്ടുകാരനും ഒരു ഗ്യാങ്ങാണെന്ന് വലിയ രീതിയിൽ ആക്രോശിച്ച മുത്തശ്ശി 2 ദിവസത്തിനുള്ളിൽ വീട് വിട്ട് പൊക്കോളണം എന്ന ദേഷ്യത്തിൽ അവനോട് പറയുകയും ചെയ്തു. അത്രയും ആയപ്പോഴേക്കും വിദ്യാർത്ഥി ജീവോങ്ങിന്റെ ക്ഷമ നശിച്ചിരുന്നു. താൻ പോയിക്കോളാമെന്ന് അവൻ തിരിച്ച് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. അവർക്കൊപ്പം ജീവിക്കുമ്പോ തനിക്ക് സമാധാനമായി ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനോ പോലും കഴിയുന്നില്ല. 3 മാസമല്ല 3 മിനിറ്റ് പോലും ആർക്കും നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല എന്ന മട്ടിൽ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. അത് കേട്ടതും മുത്തശ്ശി ഒന്ന് വല്ലാതായിരുന്നു. അടുത്ത ദിവസം എങ്ങോട്ടേക്ക് പോകണമെന്നറിയാതെ അവൻ സർവകലാശാലയിലേക്ക് എത്തി. അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് എങ്ങോട്ടേക്ക് പോകണം എന്നവനൊരു പിടിയുമുണ്ടായിരുന്നില്ല. അവന്റെ കഷ്ടകാലത്തിന് വൈകുന്നേരമാകട്ടെ ശക്തമായി മഴ പെയ്യാനും തുടങ്ങി. ഇതേ സമയം മറുവശത്ത് മുത്തശ്ശിയാകട്ടെ കാർഡ്ബോർഡ് ബോക്സുകളുമായി വണ്ടി വലിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മഴ പെയ്തതുകൊണ്ട് അത് നനഞ്ഞ് ഭാരമുണ്ടായി അതൊരു വശത്തേക്ക് ചെരിഞ്ഞു വീണു. പക്ഷെ അവരുടെ പിന്നാലെ ഉണ്ടായിരുന്ന ഒരു കാർ ഡ്രൈവർ അത് തീരെ ഇഷ്ടപ്പെടാതെ മുത്തശ്ശിയെ കടന്നാക്രമിച്ചു.
ശ്രമിച്ചു. മുത്തശ്ശിയോട് ഒച്ചയെടുത്തു. അവരെ തള്ളി താഴെ വീഴ്ത്തി. അതുവഴി പോവുകയായിരുന്ന വിദ്യാർത്ഥി ജീവോങ് അത് കണ്ടു. അവൻ ഒട്ടും മടിച്ചില്ല. മുത്തശ്ശിയെ ഉപദ്രവിച്ചയാൾക്കെതിരെ ഫൈറ്റ് ചെയ്തു. ഒടുവിൽ ആ സംഭവം പോലീസ് സ്റ്റേഷനിലേക്കും എത്തിച്ചേർന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഓഫീസർ ജീവോങ്ങിനോട് അവന്റെ ഐഡി ചോദിച്ചു. കൂട്ടത്തിൽ അവന്റെ പാരന്റ്സിനെ വിളിക്കാനും ജാമ്യത്തിലിറക്കാൻ പറയാനും ആവശ്യപ്പെട്ടു. പക്ഷേ ഹാൻ മിണ്ടാതിരുന്നതേയുള്ളൂ. ഓഫീസർ പിന്നാലെയാണ് ജീവോങ്ങിന്റെ റെക്കോർഡ് പരിശോധിക്കുന്നത്. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമായതും. ജീവോങ് യഥാർത്ഥത്തിൽ അനാഥനായ ഒരു പയ്യനായിരുന്നു. അവന് ബന്ധുക്കളെന്ന് പറയാൻ മറ്റാരും തന്നെയില്ല. അവിടുണ്ടായിരുന്ന മുത്തശ്ശിയും അത് കേട്ടു. അതവരെ അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടിച്ചിരുന്നു. അതുവരേക്കും അവർക്കത് അറിയാനേ പാടുണ്ടായിരുന്നില്ല. പിന്നാലെ മുത്തശ്ശി മുന്നിലേക്ക് വന്നു. ജീവോങ് തന്റെ കൂടെയാണ് താമസിക്കുന്നത്. അവനെ ഞാൻ ജാമ്യത്തിലെടുത്തോളാം. അവനു വേണ്ടി ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. ഓഫീസർ അപ്പോൾ ചിന്തിച്ചത് ജീവോങ്ങിന്റെ ഗ്രാൻഡ് മദറാണവർ എന്ന തരത്തിലായിരുന്നു. അധികം വൈകാതെ പ്രശ്നം നടന്നിടത്തെ ക്യാമറ ദൃശ്യങ്ങൾ കിട്ടി. എന്തിനാണ് ജീവോങ് ഫൈറ്റ് ഉണ്ടാക്കിയത് എന്ന കാര്യം വ്യക്തമായി. അതോടെ അവൻ നിരപരാധിയാണ് എന്ന കാര്യവും ഓഫീസർക്ക് ബോധ്യപ്പെട്ടു. അവന്റെ ധീരതയെ ആ ഓഫീസർ പുകഴ്ത്തി പറഞ്ഞു. മറ്റുള്ളവരെ സഹായിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് എന്ന് അദ്ദേഹം അറിയിച്ചു. പക്ഷേ കൂട്ടത്തിൽ നിയമലംഘനം നടത്തരുത് എന്നൊരു വാണിംഗും നൽകി. മുത്തശ്ശിയെ ഉപദ്രവിച്ച മനുഷ്യനെ ഓഫീസർ കണക്കിന് ശകാരിക്കുകയും ചെയ്തു. അവിടെ നിന്നും മുത്തശ്ശിയും വിദ്യാർത്ഥി ജീവോങ്ങും ഒന്നിച്ചായിരുന്നു വീട്ടിലേക്കെത്തിയത്. മുത്തശ്ശിക്ക് അവനോടുള്ള ദേഷ്യമൊക്കെ പോയിരുന്നു. മുത്തശ്ശി ഭക്ഷണം പാകം ചെയ്തു. അവന് വിളമ്പി. അവർ തമ്മിലുള്ള വിഷമങ്ങളും ദേഷ്യവും ഒക്കെ മറികടന്ന് വീണ്ടും പഴയതുപോലെ ആവാനുള്ള മുത്തശ്ശിയുടെ ഒരു ശ്രമമായിരുന്നു അത്. മുത്തശ്ശി അവനോട് മാപ്പ് ചോദിച്ചു. അവൻ മുത്തശ്ശിയോടും. അങ്ങനെ അവർക്കിടയിലെ പ്രശ്നങ്ങൾ ഇല്ലാതായി. അടുത്ത ദിവസം ഹാൻ തന്റെ സുഹൃത്തിനൊപ്പം ജോലിക്ക് പോയി. ഡായ് വന്ന കാര്യവും അവന്റെ കാര്യത്തിൽ സംഭവിച്ചതും അവൻ കൂട്ടുകാരനോട് വിശദീകരിച്ചു. തന്റെ വാക്ക് കേൾക്കാതെ ജീവോങ് ഓരോന്ന് ചെയ്തതിന് കൂട്ടുകാരൻ അവനെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞു. ഡായ് ഒരിക്കലും വിശ്വസിക്കരുതെന്ന് താൻ മുന്നറിയിപ്പ് നൽകിയതല്ലേ എന്നും ആ പണം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാനും പോണില്ല എന്നും കൂട്ടുകാരൻ കൂട്ടിച്ചേർത്തു. ജോലി കഴിഞ്ഞ ശേഷം അവർ ഒന്നിച്ച് അവർക്ക് പ്രിയപ്പെട്ട ഒരു ഹോട്ടലിൽ പോയി. ഭക്ഷണം കഴിക്കെ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് സംസാരിച്ചു. കൂടുതലും ഓർഫനേജ് കാലയളവിലെ കാര്യങ്ങളായിരുന്നു. അന്നൊക്കെ കുട്ടികൾ മാതാപിതാക്കൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും മറ്റും ചെയ്യുമ്പോൾ അവർ അത് കണ്ട് അസൂയപ്പെട്ടിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് കിട്ടാത്ത ആ സ്നേഹം കിട്ടാൻ അവർ കൊതിച്ചിട്ടുണ്ട്. അവരുടെ സംസാരം അങ്ങനെ നീണ്ടുപോയി. അന്ന് ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോ മുത്തശ്ശിക്ക് ജീവോങ് ഒരു ഗിഫ്റ്റ് വാങ്ങി. അത് പോഷകാഹാര മരുന്നായിരുന്നു. മുത്തശ്ശിയുടെ ആരോഗ്യം മോശമാകുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു. വൈകാതെ മുത്തശ്ശി അത് കണ്ടു. അവർക്കത് കിട്ടിയതും വലിയ സന്തോഷം തോന്നി. ആദ്യമായിട്ടാണ് മുത്തശ്ശിക്ക് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും സ്നേഹത്തോടെ വാങ്ങിക്കൊടുക്കുന്നത്. പിറ്റേന്ന് അവർ ഒരുമിച്ച് നടക്കാൻ പോയി. വഴിയിൽ വെച്ച് മേഡം സിയോയെയും അവരുടെ കൂടെ താമസിക്കുന്ന വിദ്യാർത്ഥിയെയും കണ്ടുമുട്ടി. അവൻ മേഡം സിയോയെ സ്വന്തം പേരക്കുട്ടിയെപ്പോലെ സന്തോഷത്തോടെ കൊണ്ടു നടക്കുന്നത് അവർ കണ്ടു. അടുത്ത ദിവസം എല്ലാവർക്കും കൂടി പാർക്കിൽ ഒരു പിക്നിക്കിന് പോകാമെന്ന് അവിടെ വെച്ചുള്ള സംസാരത്തിൽ അവർ തീരുമാനിച്ചു. പുറമേ താല്പര്യമില്ലാത്ത പോലെ ഓ എന്ത് വിഡ്ഢിത്തമായത് എന്ന് മുത്തശ്ശി പിറുപിറുത്തെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവർ വലിയ ആവേശത്തിലായിരുന്നു. അവർ വീട്ടിലെത്തി വലിയ അളവിൽ ഭക്ഷണവും മധുര പലഹാരങ്ങളും പാകം ചെയ്തു. ആ യാത്രയെക്കുറിച്ച് അവർ അത്രമേൽ ആകാംക്ഷയിലായിരുന്നു. അടുത്ത ദിവസം അവരൊന്നിച്ച് പാർക്കിൽ പോയി. തന്റെ കൂട്ടുകാരി തന്നെ പൂട്ടിയിട്ടിരുന്ന ആ ഒരിടത്തു നിന്ന് പുറത്തു വന്നതിൽ മേഡം സിയോക്ക് വലിയ സന്തോഷമായി. നിന്റെ കൂടെയുള്ള ആ പയ്യൻ ശരിക്കും ദയുള്ളവനാണെന്നും അവൻ കാരണമാണ് മുത്തശ്ശി ഇത്രയധികം മാറിയതെന്നും അവർ പറഞ്ഞു. തങ്ങൾ മരിക്കുന്നതിനു മുമ്പ് ഇതുപോലെ ഒന്നിച്ച് ഒരുപാട് പുറത്തു പോകാനും ജീവിതം ആസ്വദിക്കാനും ലോകം കാണാനും കഴിയും എന്നവർ പ്രത്യാശിച്ചു. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഫോട്ടോകൾ എടുക്കുകയും ചെയ്തു. ആ യാത്ര വളരെ സന്തോഷകരവും ലളിതവും ആനന്ദം നിറഞ്ഞതുമായിരുന്നു. പക്ഷെ അന്നെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഉടനെ മുത്തശ്ശി വീണ്ടും തന്റെ പഴയ കർക്കശ സ്വഭാവത്തിലേക്ക് മാറി. അവർ ജിൻവോങ്ങിന് ജീവിതത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകളും തനിക്കുള്ള അറിവുകളും പകർന്നു നൽകി. തനിക്കിഷ്ടമില്ലാത്ത ഏത് കാര്യത്തോടും നോ പറയാൻ അവൻ പഠിക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നവർ എടുത്തു പറഞ്ഞു. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരിക്കലും സ്വന്തം ജീവിതം ബലി കൊടുത്തേക്കരുത്. ആരെയും തന്നെ ചൂഷണം ചെയ്യാൻ അനുവദിക്കരുത്. വാർദ്ധക്യത്തിലെത്തുമ്പോ ഓർത്ത് സങ്കടപ്പെടാത്ത രീതിയിൽ ഇപ്പോൾ നിനക്കുള്ള ജീവിതം നീ പരമാവധി ആസ്വദിക്കണം. അവൻ ആ ഉപദേശങ്ങൾ സീരിയസ് ആയിട്ടെടുത്തു. അവനത് തന്റെ
ജീവിതത്തിലേക്ക് പതിയെ പകർത്താൻ ആരംഭിച്ചു. പതിയെ പതിയെ അവന്റെ ജീവിതം മെച്ചപ്പെടുന്നത് അവന് തന്നെ അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. നോ പറയാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് അവസാനിപ്പിക്കാനും തുടങ്ങിയതോടെ സ്വന്തം കാര്യങ്ങൾക്ക് അവന് കൂടുതൽ സമയം ലഭിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പഴയ സുഹൃത്ത് ഡായ് അവനെ ഫോൺ ചെയ്തു. തനിക്ക് കുറച്ച് പണം വേണം എന്ന മട്ടിൽ ആവശ്യപ്പെട്ടു. പക്ഷേ ജീവോങ്ങിന് നല്ല മാറ്റമുണ്ടായിരുന്നു. അവൻ സ്ട്രെയിറ്റ് ഫോർവേഡായി ഡായ്ക്കടുക്കൽ നോ പറഞ്ഞു. പഴയ കടം വീട്ടാതെ നീ ഇനിയൊന്നും ചോദിച്ചേക്കരുത് എന്ന് പറഞ്ഞവൻ ദേഷ്യപ്പെട്ടു. കൂട്ടത്തിൽ നാണമില്ലാത്തവൻ എന്ന് വിളിച്ച് ഡായ് അവൻ ശകാരിക്കുകയും ചെയ്തു. കഥയവിടെ നിന്നും മുത്തശ്ശിയിലേക്ക് തിരിയുന്നു. മുത്തശ്ശി തന്റെ സമ്പാദ്യം ഒരു ലോഹപ്പെട്ടിയിലാക്കി തന്റെ അലമാരയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അന്ന് മുത്തശ്ശി മേഡം സിയോയെ കാണാൻ പോയി. സിയോ അവിടെ ഒറ്റയ്ക്കിരുന്ന് തന്റെ മക്കളുടെ പഴയ ഫോട്ടോകൾ നോക്കി സങ്കടപ്പെടുകയായിരുന്നു. സിയോയുടെ ഏകാന്തത മാറ്റാൻ മുത്തശ്ശി അവർക്ക് ഭക്ഷണം നൽകി. അന്ന് രാത്രി വൈകി വീട്ടിലെത്തിയപ്പോൾ ജീവോങ് മുത്തശ്ശിയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അവർ കണ്ടു. പരിഭ്രാന്തിയോടെ അവനെന്താ തന്റെ മുറിയിൽ ചെയ്യുന്നത് എന്ന തരത്തിൽ ചോദിച്ചു. താൻ മുത്തശ്ശിയുടെ മുറി വൃത്തിയാക്കുകയായിരുന്നു എന്നായിരുന്നു അവന്റെ മറുപടി. മുത്തശ്ശിക്ക് ഒരു വല്ലായ്മ തോന്നി. അവർ മുറിക്കുള്ളിലേക്ക് ഓടിച്ചെന്ന് തന്റെ പണപ്പെട്ടി പരിശോധിച്ചു. പക്ഷെ അതവിടെ ഉണ്ടായിരുന്നില്ല. പരിഭ്രാന്തിയായി അവർ നേരെ കടന്നു ചെന്ന് ജീവോങ്ങിന്റെ മുറി നോക്കി. അവന്റെ ഡ്രോയറിൽ നിന്ന് ആ ലോഹപ്പെട്ടി കണ്ടെത്തി. പക്ഷേ അതിനകത്തൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് കാലിയായിട്ടായിരുന്നു ഇരുന്നത്. അക്ഷരാർത്ഥത്തിൽ മുത്തശ്ശിയും ജീവോങ്ങും തമ്പിച്ചു നിന്നു. ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് തനിക്കറിയില്ലെന്ന് ജീവോങ് ആണയിട്ട് പറഞ്ഞു. പക്ഷേ മുത്തശ്ശി അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അവൻ മോഷണം നടത്തി എന്നായിരുന്നു അവർ ചിന്തിച്ചത്. അവർ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ആകെ വല്ലാതായ ജീവോങ് പുറത്തിരിക്കുമ്പോ ഡായ് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്നത് അവൻ കണ്ടു. സംശയം തോന്നി അവൻ ഡായുടെ പിന്നാലെ ഓടിച്ചെന്ന് അവനെ പിടികൂടി. 2 കൊടുത്തപ്പോ അവൻ സത്യം പറഞ്ഞു. ആ പണം മോഷ്ടിച്ചത് ഡായ് തന്നെയായിരുന്നു. മാർക്കറ്റിലെ ആളുകളെ കബളിപ്പിച്ച് അവൻ കുറെ പണം കരസ്ഥമാക്കി. ഒടുവിൽ പിടിക്കപ്പെട്ടപ്പോ അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ജയിലിൽ പോവേണ്ടി വരുമെന്ന അവസ്ഥ ഡായ്ക്ക് വന്നു. അതോടെയായിരുന്നു പണം മോഷ്ടിക്കാൻ അവൻ തീരുമാനിച്ചത്. ജീവോങ് ഒട്ടും മടിച്ചില്ല. അവനെ പിടികൂടി മുത്തശ്ശിയുടെ വീട്ടിലെത്തിച്ചു. മുത്തശ്ശിയുടെ മുമ്പിൽ തെറ്റുകൾ ഡായ് ഏറ്റുപറഞ്ഞു. താൻ മോഷ്ടിച്ചിരുന്ന പണം അവൻ മുത്തശ്ശിക്ക് തിരിച്ചു നൽകി മാപ്പ് ചോദിച്ചു. താൻ കാരണം അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിന് ജീവോങ്ങും മുത്തശ്ശിക്കടുക്കൽ മാപ്പ് ചോദിക്കുകയുണ്ടായി. പിന്നാലെ അവൻ തന്റെ കൂട്ടുകാരനെയും കൂട്ടി അവിടെ നിന്ന് പോയി. അവർ അവിടെ നിന്ന് നേരെ പോയത് ഒരു ബാറിലേക്കായിരുന്നു. ചെറുതായി മദ്യപിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങി. ഡായ് പറഞ്ഞു, 20-ാം വയസ്സിൽ ഹൈസ്കൂൾ കഴിഞ്ഞ അനാഥാലയത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോ അന്നവർ തന്ന $500 വലിയ തുകയാണെന്ന് തോന്നിയിരുന്നു. പക്ഷേ ഒരു ചെറിയ മുറിയുടെ വാടക കൊടുത്തപ്പോ തന്നെ അത് തീർന്നുപോയി. ഞാൻ വീടില്ലാത്തവനായി. ഡായ് അങ്ങനെ തന്റെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. മിടുക്കനായ വിദ്യാർത്ഥിയാണെങ്കിൽ ആളുകൾക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നും. അതുകൊണ്ടല്ലേ നീ പഠിക്കാൻ പോയത്? ജീവോങ് ഉടൻ പറഞ്ഞു. അങ്ങനൊന്നുമല്ല, സ്നേഹം അനുഭവിക്കണം എന്നെനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പഠിക്കാൻ പോയത്. അനാഥനായ എനിക്ക് ഒരിക്കലും ആ സ്നേഹം ലഭിച്ചിരുന്നില്ല. ഞാനതൊരുപാട് ആഗ്രഹിച്ചിരുന്നു. പഠിക്കാൻ കോളേജിൽ ചേർന്നപ്പോ കളിയാക്കലുകളും മറ്റും അതോടെ തീരും, പരിഹാസങ്ങൾ അവസാനിക്കും എന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ കൂട്ടുകാരൊക്കെ അവരുടെ കുടുംബങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോ എനിക്ക് പറയാൻ ഒന്നുമില്ലായിരുന്നു. ഞാനൊരു അനാഥനാണെന്ന സത്യം അത് വീണ്ടും വീണ്ടും എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അന്ന് മദ്യപിച്ച് വല്ലാതായി അവൻ യൂണിവേഴ്സിറ്റിയിൽ പോയി. കൂട്ടുകാരോട് സംസാരിച്ചപ്പോ താൻ ഒരു അനാഥനാണെന്ന സത്യം അവൻ അവരോട് വ്യക്തമായി പറഞ്ഞു. താൻ കടന്നുപോകുന്ന കുട്ടിക്കാലത്തെ പറ്റിയും പറഞ്ഞു. പക്ഷെ അവന്റെ കൂട്ടുകാർ അവനെ നോക്കി സഹതപിച്ചില്ല. മറിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന അവനെ അവർ അഭിനന്ദിച്ചു. അവനെ സ്നേഹത്തോടെ ചേർത്തു പിടിച്ചു. ആ സമയത്താണ് അവനൊരു കോൾ വന്നത്. മേഡം സിയോ അന്തരിച്ച വാർത്ത അവനെ തേടി എത്തുകയായിരുന്നു. അവൻ അവിടെ നിന്നും സംസ്കാര ചടങ്ങുകൾക്കെത്തി. ആ സമയം മുത്തശ്ശിയാകെ തകർന്നിരിക്കുകയായിരുന്നു. മുത്തശ്ശിയുടെ ആകെയുള്ള കൂട്ടുകാരിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. അടുത്ത ദിവസം മേഡം സിയോയുടെ മക്കൾ അവിടെ എത്തി. അവരുടെ വീട്ടിൽ പണത്തിനും വിലപിടിപ്പുള്ള വസ്തുക്കൾക്കും വേണ്ടി തിരച്ചിൽ നടത്തി. ജീവിച്ചിരുന്നപ്പോൾ അവരുടെ അമ്മയെ തിരിഞ്ഞു നോക്കാതിരുന്നവരാണ് മരിച്ചു കഴിഞ്ഞപ്പോ വലതും കിട്ടുമോ എന്നറിയാൻ വന്നിരിക്കുന്നത്. അമ്മ ജീവിച്ചിരുന്നപ്പോ തങ്ങൾക്കൊന്നും തന്നിട്ടില്ല എന്ന പരിഭവവും അവർക്കുണ്ടായിരുന്നു. അന്വേഷിച്ചിട്ടും ഒന്നും ലഭിക്കാതെ വന്നപ്പോ അവർ സിയോയുടെ സാധനങ്ങൾ കത്തിച്ചു കളയാം എന്ന തീരുമാനത്തിലെത്തി. മേഡം സിയോക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഫോട്ടോയെങ്കിലും സൂക്ഷിക്കണം എന്ന് മുത്തശ്ശി ആ മക്കളോട് പറഞ്ഞെങ്കിലും അവർ മുത്തശ്ശിയുടെ വാക്കുകൾ ചെവികൊണ്ടില്ല. മുത്തശ്ശി അവർ തള്ളിമാറ്റി. ആ ഉന്തും തള്ളിനുമിടയിൽ ഫോട്ടോയുടെ ഫ്രെയിമിന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ചെക്ക് താഴേക്കു വീണു. അവർക്ക് അതുമാത്രം മതിയായിരുന്നു. മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത മക്കൾ എങ്ങനെയാണ് മേഡം സിയോ പറഞ്ഞിരുന്നത് എന്താണ് എന്ന ആ സമയം കൃത്യമായി മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവർക്കതൊരു തിരിച്ചറിവ് കൂടിയായിരുന്നു.
അടുത്ത ദിവസം മുത്തശ്ശിയുടെ അടുത്തേക്ക് ജീവോങ് മടങ്ങിയെത്തി. ജീവോങ് മുത്തശ്ശിയുടെ താമസ സ്ഥലം വിട്ട് മറ്റൊരിടത്തേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു. അവൻ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങി. മുത്തശ്ശി ഈ സമയം സോഫയിലിരുന്ന് തന്നോട് തന്നെന്ന പോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സത്യത്തിൽ അവർ അത് ജീവോങ് കേൾക്കാൻ വേണ്ടി പറഞ്ഞിരുന്നതാണ്. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ തന്നെ ജീവിതകഥയായിരുന്നു. മുത്തശ്ശിയുടെ കുടുംബം അത്രമേൽ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യർ മാത്രമായിരുന്നു. കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാനും പണമുണ്ടാക്കാനും ഒരു ഘട്ടത്തിൽ മുത്തശ്ശിക്ക് ജർമ്മനിയിൽ പോയി ജോലി ചെയ്യേണ്ടി വന്നു. അവിടെ മുത്തശ്ശിക്ക് നല്ല വരുമാനം ലഭിച്ചിരുന്നു. അവിടെ വെച്ച് അവർ ഒരാളുമായി പ്രണയത്തിലായി. എന്നാൽ അയാൾ വിവാഹിതനാണെന്നും തന്നോട് കള്ളം പറയുകയാണെന്നും തിരിച്ചറിഞ്ഞപ്പോ മുത്തശ്ശി ആ ബന്ധം ഉപേക്ഷിച്ചു. തിരികെ വേദനയോടെ മുത്തശ്ശി നാട്ടിലെത്തിയപ്പോ മുത്തശ്ശിയുടെ അച്ഛൻ സമ്പാദ്യമെല്ലാം കുടിച്ചു തീർത്തതായും അമ്മ വിഷാദരോഗം ബാധിച്ച് മരിച്ചതായും അവർ മനസ്സിലാക്കി. അതുകണ്ട് അവരാകെ തകർന്നു പോയിരുന്നു. വേദനയിൽ ആത്മഹത്യയെക്കുറിച്ച് പോലും മുത്തശ്ശി ചിന്തിച്ചു. പക്ഷെ അത് ചെയ്തില്ല. അന്നു മുതൽ തന്റെ ജീവിതത്തിൽ കടന്നുവന്ന ക്രൂരതകൾ ചെയ്ത പുരുഷന്മാരോടുള്ള വിദ്വേഷം അവരുടെ ഉള്ളിൽ വളർന്നു വന്നു. മനുഷ്യന്മാരെ വിശ്വസിക്കാൻ അവർക്ക് മടിയായി. പിന്നീട് അങ്ങോട്ടേക്ക് അവർ ഒറ്റയ്ക്കായിരുന്നു ജീവിച്ചത്. വാർദ്ധക്യമെത്തിയപ്പോൾ ആ ഒറ്റപ്പെടൽ അവരെ ബുദ്ധിമുട്ടിക്കാനും ആരംഭിച്ചു. എല്ലാം കേട്ടിരുന്ന വിദ്യാർത്ഥി ജീവോങ് മുത്തശ്ശിയുടെ അടുത്തു ചെന്നിരുന്നു. തന്റെ വേദനിപ്പിക്കുന്ന കഥയും അവരുമായി മനസ്സ് തുറന്ന് പങ്കുവെച്ചു. ഒരു പള്ളിയുടെ പടിക്കൽ പേരോ ജനനത്തീയതിയോ ഒന്നുമില്ലാതെ ഒരു കുഞ്ഞായി ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു അവൻ. അനാഥാലയമായിരുന്നു അവന് പേരും ജനനത്തീയതിയും നൽകിയത്. അവൻ കണ്ടെത്തപ്പെട്ട ദിവസമായിരുന്നു അവന്റെ ജന്മദിനം. അപമാനവും ഒറ്റപ്പെടലും ദാരിദ്ര്യവും പേറി അവന്റെ ജീവിതം ഇതുവരെ തുടർന്നു പോന്നു. സമാധാനം, സ്നേഹം അവനെവിടെ നിന്നും അനുഭവിച്ചിട്ടേയില്ല. അവൻ പറഞ്ഞു നിർത്തിയപ്പോ വലിയൊരു നിശബ്ദത അവിടെ തളം കെട്ടി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ആ നിശബ്ദത ഭേദിച്ചുകൊണ്ട് മുത്തശ്ശി അവനോട് ചോദിച്ചു, മോനെ, എനിക്കാരുമില്ല, നിനക്കും വേറാരുമില്ല. നമുക്കപ്പോ ഒരു കുടുംബമായി ജീവിച്ചുകൂടെ? എനിക്ക് നിന്റെ മുത്തശ്ശിയാവാലോ, നിനക്കെന്റെ പേരക്കുട്ടിയുമാകാം. ജീവോങ്ങിന് അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. കൂട്ടത്തിൽ താൻ ജർമ്മൻ ഭാഷാ പഠനത്തിൽ ബിരുദം നേടിയ കാര്യവും മുത്തശ്ശി വെളിപ്പെടുത്തി. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഹൗസിംഗ് അസോസിയേഷൻ ഒരു ചെറിയ ചടങ്ങ് നടത്തി. മുതിർന്ന പൗരന്മാരും വിദ്യാർത്ഥികളും ഒന്നിച്ചു താമസിക്കുന്ന ആ പദ്ധതിക്ക് കീഴിലുള്ള തങ്ങളുടെ ആദ്യത്തെ ഔദ്യോഗിക കുടുംബത്തിന്റെ രൂപീകരണം അവർ പ്രഖ്യാപിച്ചു. മുത്തശ്ശിയും ജീവോങ്ങും തങ്ങളൊരു കുടുംബമായി മാറുന്നു എന്ന തങ്ങളുടെ രേഖകളിൽ പരസ്പരം ഒപ്പുവെച്ചു. അവർ പരസ്പരം അഡോപ്റ്റ് ചെയ്തു. അന്നു മുതൽ അവർ വലിയ ആശ്വാസത്തിലും സന്തോഷത്തിലും സ്നേഹത്തിലും ഒന്നിച്ചു ജീവിച്ചു. മുത്തശ്ശി മനുഷ്യരെ വെറുക്കുന്ന കയ്പുള്ള സ്വഭാവമുള്ള സ്ത്രീയിൽ നിന്ന് പ്രസന്നവതിയും കരുണയുള്ളവളുമായ ഒരു വ്യക്തിയായി മാറി. പേരക്കുട്ടി ജീവോങ്ങിന്റെ സാന്നിധ്യം അതിന് വലിയൊരു കാരണമായി മാറിയിരുന്നു. അവർ ദിവസവും അനാഥ കുട്ടികളെ പരിചരിക്കാൻ സന്നദ്ധ സേവനം നടത്തി. പാവപ്പെട്ട മുതിർന്നവർക്ക് താൻ ശേഖരിച്ച മരുന്നുകൾ ദാനം ചെയ്തു. ഒടുവിൽ അവർ ബാങ്കിൽ പോയി തന്റെ സമ്പാദ്യമെല്ലാം പിൻവലിച്ച് അനാഥ കുട്ടികൾക്കായി ഡൊണേറ്റ് ചെയ്തു. മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നതെന്നും അനാഥ കുട്ടികളുടെയും മറ്റും സന്തോഷം കാണുമ്പോ അത് തന്നെയും സന്തോഷവതിയാക്കുന്നുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഒറ്റപ്പെട്ട് ജീവിച്ച ജീവിതത്തിനപ്പുറം ഏവരെയും സ്നേഹിച്ച് മുത്തശ്ശി ജീവിക്കുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ഇമോഷണൽ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.